അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? എല്ലാവരും കമൻസ് ഇടാൻ മറക്കല്ലേ. കല്യാണ വർഷത്തിൽ അച്ഛൻ്റെയും കൈയും പിടിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ അപ്പുവിന് നടന്നതെല്ലാം ഒരു സ്വപ്നമായാണ് തോന്നിയിരുന്നത്. ഒരിക്കൽ കൈവിട്ടുപോയി എന്ന് കരുതിയ തൻ്റെ പ്രണയമാണ് ഇപ്പോൾ തന്നിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അതിനെ അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരിയായ അനഘയോട് അവൾക്ക് ഒരുപാട് കടപ്പാട് തോന്നി. അപ്പോൾ ചെറിയൊരു പരിഭ്രമത്തോടെയാണ് നീലിൻ്റെ അരികിലായി ഇരുന്നത്. നീല കളർ പട്ടുസാരിയാണ് അവളുടെ വേഷം. സാരി ആയിരുന്നിട്ട് കൂടെ അവൾ ചെറിയൊരു കുട്ടിയെപ്പോലെ തോന്നിയിരുന്നു. അവർക്ക് തൊട്ടപ്പുറത്തായി ആരതി ഇരിക്കുന്നുണ്ട്. പൂജാരി താലി നൽകിയതും അരുൺ ആ ആലിലെ താലി ആരതിയുടെ കഴുത്തിൽ ചാർത്തി. സ്വർണ്ണച്ചേനി കൊറുത്ത ആ താലിയിൽ എഴുതിയിരുന്നു. അത് കഴിഞ്ഞതും കുറച്ചു നേരത്തിന് ശേഷം പൂജാരി നീട്ടിയ താലി നീലൻ അപ്പുവിന്റെ കഴുത്തിലായി ചാർത്തി. അപ്പു ഇരു കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. എന്നാണെന്നറിയില്ല ഭഗവാനെ, മനസ്സിൽ കയറിക്കൂടിയ പേരാണ് ഈ നീലൻ്റെ. ഒരിക്കലും സ്വന്തമാവില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഇന്ന് നീ എനിക്ക് ഞാൻ ഏറെ ആഗ്രഹിച്ചവനെ തന്നെ എൻ്റെ പാതിയായി തന്നു. ഇനി എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ കൂടെ തന്നെ അവനുണ്ടാകണേ. എന്നാൽ അതേസമയം നീലൻ അപ്പുവിൻ്റെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ കാണുന്നതോറും അവന് വല്ലാത്ത പരിഭ്രമം തോന്നി. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം നിറയുന്ന പോലെ. അപ്പുവിൻ്റെ കൈയും നീലൻ്റെ കൈയും അച്ഛൻ ചേർത്ത് വെച്ചത് നിസാക്ഷയെ അവർ 3 വട്ടം പ്രദക്ഷിണം ചെയ്തു. നിന്റെ മുഖത്തിന് എന്താ പറ്റിയേ? എന്തിനാ അതിങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കണേ? അപ്പുവിൻ്റെ നിൽപ്പും ഭാവം കണ്ട് നീലൻ ചോദിച്ചു. അത് കേട്ട് അപ്പു കുറച്ചപ്പുറത്ത് നിൽക്കുന്ന അരുണനെ ആദേരെയും ചൂണ്ടിക്കാണിച്ചു. ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കുകയായിരുന്നു അവർ. ആരതി അരുണും ഓരോ പോസുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഫോട്ടോഗ്രാഫർ അതുപോലെയുള്ള പോസുകളിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നീലൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ കുറെ വാശി പിടിച്ചുവെങ്കിലും നീലൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അപ്പനോട് ഒറ്റയ്ക്ക് പോയി ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അതോടെ അപ്പം മുഖം വീർപ്പിച്ച് അടുത്തുള്ള തെങ്ങും ചാരി നിൽക്കുകയാണ്. അമ്പലത്തിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയം ആയതുകൊണ്ട് അമ്പലത്തിൽ കുളത്തിനരികിൽ വെച്ചാണ് ഫോട്ടോ സെഷൻ. എനിക്കും ഫോട്ടോ എടുക്കണം നീല. നിനക്ക് വേണമെങ്കിൽ പോയി എടുത്തോ, ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്. ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോയി എടുക്കുക? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല പൂർണ്ണ. ഞാൻ വരില്ല, എനിക്കിഷ്ടല്ല. അത് പറഞ്ഞ് അവൻ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. അപ്പോൾ അവനെ നോക്കി പേടിപ്പിച്ച് നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. അത് കണ്ട് നീലനൊന്ന് തിരിഞ്ഞു നോക്കി. തെങ്ങും ചാരിയിൽ നിന്ന് വല്ല കൊട്ട തേങ്ങയും തലയിൽ വീണ് കഴിഞ്ഞാ നാളെ ഇതിനേക്കാളും ഭംഗിയുള്ള ഫോട്ടോ പത്രത്തിൽ വരും. അത് പറഞ്ഞ് നീലൻ അകത്തേക്ക് പോയി. അതിനതിൽ ഉണക്ക തേങ്ങയൊന്നുമില്ലല്ലോ, ഇളനീര് നിൽക്കുന്നുണ്ടല്ലോ. ഇളനീര് കുടിച്ചിട്ട് എത്ര കാലായി? നീ എന്താണ് മുകളിലേക്ക് നോക്കിയേക്കണേ? ആരതി തോളി തൊട്ടി വിളിച്ചപ്പോഴാണ് അപ്പു ആലോചനയിൽ നിന്ന് പുറത്തു വന്നത്. ഏയ്, ഞാൻ തെങ്ങിലെ തേങ്ങ നോക്കിയതാ. നിങ്ങളെന്താ ഫോട്ടോ എടുക്കാത്തെ? നീല എന്നോട് ഒറ്റയ്ക്ക് എടുത്തോളാൻ പറഞ്ഞു. അപ്പു പറഞ്ഞു. അതെന്താ അങ്ങനെ? അതവനോട് തന്നെ ചോദിക്കേണ്ടി വരും. എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ നല്ലൊരു റൊമാൻറ്റിക് ഫോട്ടോ പോലും കിട്ടിയില്ല. മൂടാച്ചി. അപ്പു സങ്കടത്തോടെ പറഞ്ഞു. എന്റെ അരുണേട്ടനൊക്കെ നല്ല റൊമാൻറ്റിക് ആണേ. അപ്പുവിന് ദേഷ്യം കയറ്റുന്ന ആദ്യമ പറഞ്ഞു. അയിന് അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി കാർത്തിയായിരുന്നു ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ? അത്രയും നേരം തമാശയോടെ സംസാരിച്ച ആദമയുടെ മുഖം ഗൗരവത്തിലായി. അത് കേട്ടതും അപ്പു ആദ്യം ഞെട്ടി. ഏയ്, അതിന് സാധ്യതയില്ല. നീലനല്ലേ അരുണേട്ടനോട് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചേ? മാത്രമല്ല നീലൻ എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിയുകയില്ലല്ലോ. എന്നാലും നീ ഹിന്ദി സീരിയലൊക്കെ കണ്ടിട്ടില്ലേ അപ്പു? പ്രതികാരം വീട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത്. ഇതിങ്ങനെ അങ്ങനെ വല്ലതായിരിക്കുമോ? ആയിരിക്കുമോ ആദമ്മ? അപ്പു ടെൻഷനോടെ ചോദിച്ചതും ആദമ്മ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതടി പൊട്ടി, ഇത് ജീവിത. ആ ജീവിതം നശിപ്പിച്ചിട്ട് ആരെങ്കിലും പ്രതികാരം ചെയ്യോ? ആദമ്മ ചോദിച്ചോ. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നീ വെറുതെ പറയാന്നു. നീലല്ലെങ്കിൽ ഹിന്ദി സീരിയലൊന്നും കാണാറില്ല. അത് പറഞ്ഞ് അപ്പു അകത്തേക്ക് നടന്നു. അതിന് പിന്നാലെ ആരതിയും. ഇറങ്ങാൻ നേരെ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരയുന്ന അപ്പുവിനെ കണ്ട് നീലന് പാവം തോന്നിയിരുന്നു. നീ എന്തിനിങ്ങനെ കരയണേ? നീ ഇവിടെ നോക്കിയേ, നല്ല സങ്കടം ഇവളുടെ മുഖത്ത് ഉണ്ടോന്ന്. കരയുന്ന അപ്പുവിനെ ചേർത്ത് പിടിച്ച് അരുൺ ആരതിയെ ചൂണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ ഏട്ടൻ്റെ കുട്ടി എന്തിനാ കരയണേ? ഒന്ന് വിളിച്ച ഓടി ഓടിയാവുന്ന ദൂരത്തിലേ ഉള്ളോ, പിന്നെന്തിന് ഇത്ര സങ്കടം? അത് സ്വന്തം കണ്ണ് തുറച്ചിട്ട് പറയാറുണ്ടേട്ടാ. മൊത്തത്തിൽ കോമഡി ആയിട്ടുണ്ട്, ഒരുമാതിരി കണ്ണീര് സീരിയല് കാണുന്ന പോലെ.
ആരതിയുടെ ആസ്ഥാനത്തുള്ള കോമഡി കേട്ട് അവളുടെ അമ്മ അവളെ നോക്കി പേടിപ്പിച്ചു. എന്നാ ഇറങ്ങല്ലേ, സമയായി. ഭാനുമ്മ പറഞ്ഞതും അരുൺ അപ്പുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ശേഷം അവളെയും കൊണ്ട് നീലന്റെ അരികിലേക്ക് നടന്നു. ഞാൻ നിനക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ കാർത്തി, എൻ്റെ ജീവനത് പൊന്നു പോലെ നോക്കിക്കോണേടാ. അതിനെന്താ, ഇവള് വല്ല വള്ളയും മാലയാണോ പൊന്നു പോലെ നോക്കാൻ? മനുഷ്യരെ പോലെ നോക്കാൻ പറ്റില്ലേ? വീണ്ടും ആരതിയുടെ സ്വരം ഉയർന്നത് ഇപ്രാവശ്യം നോക്കി പൊടിച്ച അരുണാണ്. അതോടെ അവൾ വാടച്ച് മിണ്ടാതെ നിന്നു. അപ്പുവിന്റെ അച്ഛൻ അവളുടെ കൈ പിടിച്ച് നീലന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. കുറച്ച് കുട്ടിക്കളി ഉണ്ടെന്നേ ഉള്ളൂ, പാവ. ഇവളെ പിരിഞ്ഞു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാ മോനെ. ഓന്റെ ആലോചന വന്നപ്പോ മറുത്തൊന്നും ആലോചിക്കാതെ കല്യാണത്തിന് സമ്മതം അറിയിച്ചത്. എന്റെ കുട്ടിയെ അധികം സങ്കടപ്പെടുത്തില്ല കാർത്തികുഞ്ഞെ. അച്ഛൻ അത് പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു. ഒപ്പം അപ്പവും. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കാറിലേക്ക് കയറി. അവർ പോയതിന് പിന്നാലെ തന്നെ അരുണും ആരതിയും വീട്ടുകാരും പോയിരുന്നു. വൈകുന്നേരം 2 റിസപ്ഷനും ഒരുമിച്ച് തന്നെയായിരുന്നു. റിസപ്ഷന് ശേഷം അവർ വീടുകളിലേക്ക് തന്നെ തിരിച്ചു. എടാ കാർത്തി, ഒരു പാട്ട് പാടിക്കടാ. രാത്രി പന്തലുകാരെയും പാചകക്കാരെയും പൈസ കൊടുത്ത് പറഞ്ഞയക്കുന്ന നീലനെ കൂട്ടുകാർ ചേറി പിടിച്ചിരുത്തി. മേശയ്ക്ക് ചുറ്റുമാണ് എല്ലാവരും ഇരിക്കുന്നത്. നീലന്റെ കല്യാണം കഴിഞ്ഞുള്ള ആഘോഷത്തിലാണ്. അരുൺ ഒഴിച്ച് ബാക്കി ക്ലബിലെ എല്ലാ പിള്ളേരും ഉണ്ട്. നീലന്റെ വീട്ടിൽ വന്നപ്പോൾ അപ്പുവിനുള്ള കൂട്ട് ഭാനുമ്മയുടെ മകൾ രമ്യയാണ്. രമ്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. രമ്യ തന്നെയാണ് അപ്പുവിനെ സാരി ഉടുപ്പിച്ച് പാൽ ഗ്ലാസുമായി റൂമിലേക്ക് പറഞ്ഞു വിട്ടതും. അപ്പു റൂമിൽ കയറി പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് റൂം മുഴുവനായി നോക്കി. ചെറിയൊരു റൂമാണ്, ഒപ്പം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. റൂമിൽ ഒരു ബെഡും ടേബിളും മാത്രമേ ഫർണിച്ചർ ആയിട്ടുള്ളൂ. കബോർഡിൽ നീലന്റെ ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ട്. ടേബിളിൽ കുറെ ബുക്കുകളും ഉണ്ട്. അതിൽ കൂടുതലും PSC റിലേറ്റഡ് ബുക്സ് ആണ്. ഇവനിപ്പോഴും ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അവൾ വെറുതെ ബുക്കുകളിലൂടെ വിരലോടിച്ചു. അപ്പോഴേക്കും പുറത്തു നിന്ന് പാട്ടും ബഹളവും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. നീലന്റെ പാട്ടും മറ്റുള്ളവരുടെ കൊട്ടും. അപ്പു പതിയെ ജനലിന്റെ അരികിലേക്ക് നടന്നു. കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമൊടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണ ഒരാൽമരത്തിൻ ഒട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. ടേബിളിൽ കൊട്ടിപ്പാടുന്നവരെ നോക്കി കുറച്ചു നേരം അപ്പു നിന്നു. അപ്പോഴേക്കും വീട്ടിൽ നിന്നും ആരതിയുടെ കോൾ വന്നിരുന്നു. അതുമ്മ കിടന്നോടാ? ഏയ് ഇല്ല. കാർത്തിയേട്ടനോ? അപ്പുറത്തുണ്ട്. അമ്മയച്ഛനെവിടെ? അവരൊക്കെ കിടന്നു. അരുണേട്ടൻ കുളിക്കുക. നീ വല്ലതും കഴിച്ച? പിന്നെന്താ ശബ്ദത്തിനൊരു എനർജി ഇല്ലാത്ത? ഏയ് ഒന്നുമില്ല. രാവിലെ മുതലുള്ള തിരക്കല്ലേ, വയ്യാതെയായി റെസ്റ്റ് എടുത്തോ. അപ്പു ഒന്ന് മൂളി. എന്നാ ശരി, നാളെ കാണാട്ടാ. അപ്പു ഒന്ന് കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും പുറത്തെ ബഹളം ഒതുങ്ങിയിരുന്നു. ചുറ്റും ആകെ ഒരു നിശബ്ദത. ഭാനുമ്മയും അവരുടെ മകളും അരുണേട്ടനും ഒഴിച്ച് ബാക്കി എല്ലാവരും ബന്ധുക്കളും പോയിരുന്നു. നീലം വാതിൽ തുറന്നു വന്നതോ അപ്പു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്താ? നീലം ചോദിച്ചു. എന്ത്? നീ എവിടിക്ക? ഞാനെവിടിക്ക്? പിന്നെ എന്തിനു ഉടുത്തൊരുങ്ങി വെക്കണ ഈ പാതിരാത്രി? ഇതാ ചേച്ചി ഉടുപ്പിച്ചെന്നതാ. ആര്? രമ്യ? അവൾ അതേന്ന് തലയാട്ടി. നിനക്ക് പറയായിരുന്നില്ല ഇതൊന്നും വേണ്ടെന്ന്? അവളുള്ളൊരു സാരി മുല്ലപ്പൂവും. ബെസ്റ്റ്. ഇതിന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നു. നീലൻ ടേബിളിന് മുകളിലിരിക്കുന്ന പാൽ ഗ്ലാസ് കണ്ട് തലയിൽ കൈവച്ചു. അയ്യോ അമ്മേ! അപ്പുറത്തെ മുറിയിൽ നിന്നും കരച്ചിൽ കേട്ടത് നീലൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. പിന്നാലെ അപ്പുവും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.